മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? അപ്പോൾ അവർ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ജെറമിയാണ്, യോഹന്നാനാണ്, അങ്ങനെ പല ഉത്തരങ്ങൾ പറയുക. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത് കേസറിയ ഫിലിപ്പി പ്രദേശത്താണ്. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ ഒരു ചോദ്യം ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്? ഈ സ്ഥലമെന്ന് പറയുന്നത് വിഗ്രഹാരാധനയുടെ കേന്ദ്രമാണ്. പാൻദേവൻ്റെ ക്ഷേത്രവും റോമൻ ചക്രവർത്തിയുടെ ആരാധനാ കേന്ദ്രവും ഇവിടെയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഈശോ ഇവരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. വിഗ്രഹാരാധനയുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള ചോദ്യം. പത്രോസ്ലീഹ പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ നടുവിലാണ് വിശ്വാസം വളരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച, വലിപ്പം നമ്മൾ അറിയണമെങ്കിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ എത്രമാത്രം നമ്മൾ പിടിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനോട് നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട്, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ്. വിഗ്രഹാരാധനയുടെ നാട്ടിൽ നിന്ന്, പല ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്ന്, ദൈവിക സങ്കല്പങ്ങൾ പലതുള്ള നാട്ടിൽ നിന്ന് ഈശോ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ കരുതുന്നത്? അങ്ങനെയുള്ള ഒരു ദേശത്ത് ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഈശോ പരീക്ഷിക്കുകയാണ്. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൻ്റെ വിശ്വാസത്തെ ഈശോ പരീക്ഷിക്കും. പ്രതികൂലങ്ങൾ അനുവദിച്ചുകൊണ്ട്, പ്രതിസന്ധികൾ അനുവദിച്ചുകൊണ്ട്. ഈ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, കഷ്ടപ്പാടുകളിൽ, കുറവുകളിൽ നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? തളരുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളാണോ നമ്മൾ? പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞപ്പോൾ പത്രോസ്ലീഹയോട് പറയാം, നീ പാറയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ അവനെ പാറയാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നവൻ, ബലഹീനനെ പാറയാക്കി മാറ്റി. വിശ്വാസം വർദ്ധിച്ചാൽ നിന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റും. നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. കരങ്ങളെ യാചനയോട് പിടിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുടെ ജീവിതത്തെ അങ്ങ് തുറണമേ. ഇവരുടെ അധ്വാനങ്ങളെ തുറണമേ, ഇവരുടെ കുടുംബങ്ങളെ തുറണമേ, ഇവരുടെ വഴികളെ തുറണമേ. കർത്താവെ, ഇന്നത്തെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ കൃപ നിറയട്ടെ, അങ്ങയുടെ അഭിഷേകം നിറയട്ടെ. ഈശോയെ, അങ്ങയുടെ ശക്തി ഇവരിൽ ജ്വലിക്കട്ടെ, അങ്ങയുടെ ചൈതന്യം ഇവരിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.